ക്വിസ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായത് എന്ന്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. 1942 ഗാന്ധിജി ഏത് പ്രസ്ഥാനമാണ് ആരംഭിച്ചത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഇന്ത്യൻ നാഷണൽ ആർമിയെ നയിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ഭഗത് സിംഗ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ആദ്യ വനിതാ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം റാണി ലക്ഷ്മിഭായ്. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം സി രാജഗോപാലാചാരി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഉത്തരം ഖുദിറാം ബോസ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ലോകമുറങ്ങുന്ന അർദ്ധരാത്രിയിൽ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും എന്ന പ്രസിദ്ധമായ ഉദ്ധരണി ആരാണ് പറഞ്ഞത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഏത് നിയമമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത്? ഉത്തരം 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യ വനിത ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1885. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഏത് വർഷമായിരുന്നു? ഉത്തരം 1947. ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? ഉത്തരം 24. ഇന്ത്യക്കും പാകിസ്ഥാനും മധ്യത്തിലുള്ള അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ദില്ലി ചലോ എന്ന ആഹ്വാനം നടത്തിയത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. ഏത് നേതാവിന്റെ ശ്രമഫലമായാണ് ഇന്ത്യൻ സംസ്ഥാനമായ ബീഹാറിൽ ഉറുദു രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയായി നിലവിൽ വന്നത്? ഉത്തരം അനുഗ്രഹ് നാരായൺ സിൻഹ. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഉത്തരം സുകുമാർ സെൻ. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സംയോജനത്തിന് പിന്നിലെ പ്രധാന ശക്തി ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ. ഇന്ത്യ വിഭജനത്തിന്റെ പ്രധാന വക്താവ് ആരായിരുന്നു? ഉത്തരം മുഹമ്മദ് അലി ജിന്ന. ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചതെന്ന്? ഉത്തരം 1916. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് എന്ന്? ഉത്തരം
1906 ഓഗസ്റ്റ് 7. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്തയിലെ പാർസി ബഗൻ സ്ക്വയറിൽ. ഭരണഘടനാ അസംബ്ലി ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത്? ഉത്തരം 1950. മഹാത്മാഗാന്ധി ആരംഭിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനം ഏതാണ്? ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം. നിരാഹാര സമരത്തെ തുടർന്ന് ജയിലിൽ മരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ജതീന്ദ്രനാഥ് ദാസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചാപേക്കർ സഹോദരന്മാരെ പ്രശസ്തരാക്കിയ സംഭവം ഏതാണ്? ഉത്തരം റാൻഡിന്റെ വധം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ്? ഉത്തരം സെന്റ് ജോർജ് ഫോർട്ട്, ചെന്നൈ. MK ഗാന്ധി പ്രസിദ്ധീകരിച്ച മാസികയുടെ പേരെന്ത്? ഉത്തരം യങ് ഇന്ത്യ. സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ പ്രവിശ്യകളുടെ എണ്ണം എത്രയായിരുന്നു? ഉത്തരം 17. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം ഏർപ്പെട്ട പ്രധാന സംഘർഷം ഏതാണ്? ഉത്തരം പ്ലാസി യുദ്ധം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ചാൾസ് കാനിങ്. ഗദ്ദർ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം സോഹൻ സിംഗ് ഭഗ്ന. കർത്താർ സിംഗ് സരഭയെ വധിച്ചത് എന്ന്? ഉത്തരം 1915 നവംബർ 16. ഇന്ത്യയിലെ ഏത് നഗരമാണ് പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഉത്തരം അലഹബാദ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ സെൻസസ് സമയത്ത് രാജ്യത്തെ ആകെ ജനസംഖ്യ എത്രയായിരുന്നു? ഉത്തരം 36 കോടി. ന്യൂഡൽഹി രാജ്യത്തിന്റെ തലസ്ഥാനമായതെന്ന്? ഉത്തരം 1931 ഫെബ്രുവരി 13. സൂററ്റിൽ ഫാക്ടറികളും വാണിജ്യ സ്ഥാപനങ്ങളും സ്ഥാപിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആരാണ്? ഉത്തരം ജഹാംഗീർ. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം അനുസരിച്ച് എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സ്ഥാപിക്കപ്പെട്ടു? ഉത്തരം 14 സംസ്ഥാനങ്ങളും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇന്ത്യയുടെ അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം ബഹദൂർ ഷാ സഫർ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.